എല്ലാ ക്ഷേത്രത്തിനും അതിൻ്റെതായ ക്ഷേത്ര ആചാരങ്ങളുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ലുങ്കിമുണ്ട് ചുറ്റിവരാൻ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അത് മറ്റാരുമല്ല. ഭഗവാൻ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിയാണ് കൃഷ്ണനാട്ടം. ആ കൃഷ്ണനാട്ടത്തിലെ വിവിധ വധം കഥയിൽ ഒരു ചെത്തുകാരനുണ്ട്. ഈ ചെത്തുകാരന് മാത്രമേ ലുങ്കിമുണ്ട് ഉടുക്കാനുള്ള അധികാരമുള്ളൂ. ലുങ്കി മാത്രമല്ല, തലയിൽ കറുത്ത തലപ്പാവ്, കള്ളു ചെത്താനുള്ള പണിയായുധങ്ങൾ തുടങ്ങിയവ ധരിച്ചാണ് ആ കഥാപാത്രം വരുന്നത്. ക്ഷേത്രത്തിനകത്ത് ലുങ്കിമുടി ചുറ്റി വരുമ്പോൾ അതൊരു കാഴ്ച തന്നെയാണ്. വിവിധ പദം കഥയിൽ ചെറിയൊരു സന്ദർഭത്തിൽ മാത്രമാണ് ലുങ്കി വേഷധാരി എത്തുന്നത്. വേഷം കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്ത് കാണാനോ ലുങ്കി ഉപയോഗിക്കാനോ പാടില്ല. ചെത്തുകാരന്റെ വേഷം ഹാസ്യം നിറഞ്ഞതാണ്. കാലുകൾ ഞൊണ്ടി ഞൊണ്ടിയാണ് അരങ്ങിലേക്ക് പ്രവേശിക്കേണ്ടത്. ചെത്തിയെടുത്ത സോമരസം, അതായത് ലഹരിപാനീയം, ചെറിയ കുടത്തിലാക്കി തലയിൽ വെച്ചാണ് വരവ്. അത് ശ്രീകൃഷ്ണന്റെ ചേട്ടൻ ബലരാമനെ സേവിക്കാനാണ്. ബലരാമനും ഗോപികമാരും ഉല്ലസിച്ചിരിക്കുമ്പോഴാണ് ചെത്തുകാരൻ സോമരസം നൽകുന്നത്. അതിന് പാരിതോഷികമായി ബലരാമൻ തന്റെ സ്വർണമാല ചെത്തുകാരൻ നൽകുന്നുമുണ്ട്. വിവിധോബി വിഭോ വിപദം വിദത എന്ന് തുടങ്ങുന്ന പദമാണ് ചെത്തുകാരന്റെ ആഗമ സമയത്ത് ഉയരുന്നത്. അഭിനയത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു വേഷമാണത്. കൃഷ്ണനാട്ടത്തിലെ വിവിധ പദം ദാരിദ്ര്യ സമനത്തിനുള്ള വഴിപാട് കളിയായാണ് കരുതപ്പെടുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും സാക്ഷാൽ ഗുരു പവനപുരേശന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് GPS മീഡിയ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.